അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ വലിയ രീതിയിൽ ഈ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തപ്പോൾ തന്നെ വലിയ സംശയങ്ങൾ അന്നേ ഉയർന്നതാണ്. ഇത് ക്വാറികളിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത തമസ്കരിക്കാനാണ് നമ്മുടെ പല മാധ്യമങ്ങളും ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഒട്ടേറെ പൊള്ളുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ എത്തിയതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനകൾ ഒന്നൊന്നായി NIA പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അങ്ങ് കാണുന്നത്? ഈ പിടിച്ചെടുക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ പ്രഹരണ ശേഷിയെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. കാരണം അതിന്റെ ശാസ്ത്ര സാങ്കേതിക വശം, അതിന് ടെക്നിക്കൽ അറിവ് എനിക്കില്ല. ഇത് ഉഗ്രസ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്നവയാണ് എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ വലുപ്പം, ഇതിന്റെ എണ്ണം 89,000 എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതാണ്. മറ്റൊരു കാര്യം, ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് ചെമ്മാട് തലപ്പാറ റോഡിലാണ്. ഈ ചെമ്മാട് തലപ്പാറ റോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞ തിരുനാവായിലെ ഈ മാഘമേള നടന്ന സ്ഥലത്ത് നിന്നും ഒരു പരമാവധി പോയാൽ ഒരു 20 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലമാണ്. കാരണം തലപ്പാറ കഴിഞ്ഞാൽ പിന്നെ അധികമില്ല നമ്മുടെ പുത്തനത്താണിയിൽ നിന്നും വലത്തോട്ട് പോയാൽ 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാഘമേള നടക്കുന്ന തിരുനാവായി എത്തി. അപ്പം അത്രയും പ്രോക്സിമിറ്റിയിലാണ്. മാത്രമല്ല, ഇത് നടന്ന കാലഘട്ടം ഏതാണ്ട് തിരുനാവായയിൽ മാഘമേള നടന്ന കാലഘട്ടമാണ്. ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ മാഘമാസം വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ വെച്ച് പിടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളത് ഭയാനകമാണ്. മറ്റൊരു കാര്യം, ഇത് ഈ ക്വാറികളിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള വാദം, അത് NIA അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ പൊളിഞ്ഞു. കാരണം ലോക്കൽ പോലീസ് ഇത് അന്വേഷിച്ചിട്ട് ഇതിൽ ചില അപകടങ്ങൾ ഉണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടായിരിക്കണം NIA വന്നിട്ടുണ്ടാവുക. കാരണം നമ്മളെയൊക്കെ വിചാരിക്കുന്ന പോലെ NIAയും ലോക്കൽ പോലീസും തമ്മിൽ ശത്രുതയൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ഒരു ധാരണയാണ്. പോലീസിന് രാഷ്ട്രീയമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ കോർഡിനേഷൻ ഉണ്ടാവും, ഇന്റലിജൻസിന്റെ പരസ്പരമുള്ള ഷെയറിംഗ് ഉണ്ടാവും. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസിന് ഇത്രയും വലിയ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സമയത്ത് തന്നെ ഇതിൽ ഈ പറഞ്ഞ ഈ പാറ പൊട്ടിക്കാനുള്ള ആവശ്യത്തിന് കൊണ്ടുവന്നൊന്നും അല്ല അന്നും. ഇത് വേറെ എന്തൊക്കെയോ ചില ഉദ്ദേശം വെച്ച് കൊണ്ടുവന്നാന്ന് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അവർ വന്നതുമൊക്കെ. ഇപ്പോൾ അതിന്റെ സൂത്രധാരൻ അറസ്റ്റിലായിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ നിന്നാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളം നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ബോംബെയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, അല്ലെങ്കിൽ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, അതുമല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നേരത്തെ കേരളത്തിൽ ഇതിന്റെ പരിശീലനമൊക്കെ നടന്ന സ്ഥലം കേരളമാണ്. നമുക്കറിയാം, വാഗമണിലെ സിമി ക്യാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ കൂത്തുപറമ്പിലെ പരിശീലനം, അവിടെ ആയുധ പരിശീലനം, ഇതൊക്കെ നടന്നത് കേരളത്തിലാണ്. മാത്രവുമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ അറസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 25ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സ്ഥിരാകേന്ദ്രമാണ് കേരളം. കേരളത്തിൽ ഇവ പൊട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ തയ്യാറെടുപ്പുകളും ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കാരണം അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ബോംബ് പൊട്ടിയതിന് ശേഷം അഹമ്മദാബാദ് പോലീസ് അന്വേഷിച്ചിട്ടാണ് കേരള പോലീസിനോട് വിവരം കൊടുക്കുന്നത്. വാഗമണിൽ വെച്ച് നടന്ന ക്യാമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് കാര്യങ്ങള് വളരെ ഗൗരവമുള്ളതാണ്. സംസ്ഥാന സർക്കാരിനും അവരുടെ കീഴിലുള്ള സംവിധാനങ്ങളും അവസരത്തിന് ഉയർന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, അങ്ങയിലേക്ക് വരാം.